ഓക്കെ, വെൽക്കം ബാക്ക് ടു റിജിയൻ PSK ക്ലാസ്സസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനാണ് പറഞ്ഞത്. 3 ഇക്വേഷൻ ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. 3 ഇക്വേഷൻ പറഞ്ഞു. നമുക്ക് ആ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, എ കാർ മൂവിങ് വിത്ത് സ്പീഡ് 50 km/h can be stopped by applying brakes after at least 6 meters. If the same car is moving at a speed of 100 km/h, the minimum stopping distance is. ഞാനിത് ഈ ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് കൂടി ശരിക്കും വേണം. assume retardation to be uniform. Retardation to be uniform. Assume retardation to be uniform. Retardation uniform. Uniform means constant. Retardation uniform means acceleration uniform. Okay, acceleration uniform ആണ് വിചാരിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാറ് മൂവ് ചെയ്യുന്ന സ്പീഡ് 50 km/h ആണ് അല്ലേ. കാറ് മൂവ് ചെയ്യുന്ന സ്പീഡ് 50 km/h സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഇത് 6 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ, അപ്പോൾ ഡിസ്റ്റൻസ് 6 മീറ്റർ അല്ലേ. ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്ത ഉടനെ നിൽക്കില്ല. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് 6 മീറ്റർ മുന്നോട്ട് പോയിട്ടാണ് അത് നിൽക്കുന്നത്. നിന്നു മീൻസ് വെലോസിറ്റി 0 ആയി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയി. ഫൈനലി അത് റെസ്റ്റായി, സ്റ്റോപ്പ്ഡാണ്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നത് വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിൻ്റെ പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നിന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ദ സെയിം കാർ ഈസ് മൂവിങ് അറ്റ് 100 km/h. സെയിം കാർ 100 km/h സ്പീഡിൽ വരുന്നു. അപ്പോൾ 100 km/h സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ സ്പീഡ്. ഈ കേസിൽ ഇതാണ് ഇനീഷ്യൽ സ്പീഡ്. 100 km/h സ്പീഡിലാണ് വരുന്നത്. അതായത് ഈ സ്പീഡിൻ്റെ ഡബിൾ സ്പീഡിലാണ് വരുന്നത്. എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിലാണ് വരുന്നത്, ഡബിൾ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഇതിനെ പോലെ 6 മീറ്റർ കൊണ്ട് നിൽക്കില്ല. കുറച്ചുകൂടി കൂടുതൽ ദൂരം ട്രാവൽ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. കാറ് സ്റ്റോപ്പ് ആവും, അങ്ങനെ ഫൈനലി റെസ്റ്റ് ആവും, വെലോസിറ്റി 0 ആവും. ഇപ്പോൾ 50 km/h വന്നാൽ 6 മീറ്റർ ട്രാവൽ ചെയ്ത് റെസ്റ്റായി. എങ്കിൽ 100 km/h സ്പീഡിൽ വന്നാൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് അത് റെസ്റ്റ് ആവുക? ഞാൻ പറഞ്ഞു, ബ്രേക്ക് അപ്ലൈ ചെയ്തത് മുതൽ സ്റ്റോപ്പ് ആകുന്നത് വരെ ഉള്ള ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മാത്രം നമ്മളൊരു ടോപ്പിക്കായിട്ട് എഴുതുന്നു. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇതൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ജനറലി പറയാണ് u വെലോസിറ്റിയിൽ വന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്തു, s ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, സ്റ്റോപ്പ്ഡായി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയി. ഇനീഷ്യൽ വെലോസിറ്റി u എടുത്തു. ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. മക്കളെ, ഒരു വാഹനം സ്റ്റോപ്പാവുക എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ഇപ്പോൾ 50 km/h ആണ് 50. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായി വരുന്നു? വെലോസിറ്റി 50 എന്നുള്ളത് 40 ആയി, 40 35 ആയി. വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. ലാസ്റ്റ് വെലോസിറ്റി 0 ആവും. നമ്മൾ മുന്നേ ഒരു കാര്യം പറഞ്ഞ് ഓർക്കണ്ടോ? ആക്സലറേഷൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. വെലോസിറ്റി കുറഞ്ഞു വരുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് വെലോസിറ്റി ഇൻക്രീസ് ആവുകയാണ്, കൂടുകയാണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവാണ്. വെലോസിറ്റി സ്ട്രെയിറ്റ് ലൈനിൽ മോഷനിൽ വെലോസിറ്റി കുറഞ്ഞു വരികയാണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആക്സലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി ഡിക്രീസ് ആകുന്നതുകൊണ്ട് അതാണ് ഇത് റിട്ടാർഡഡ് മോഷനാണ്. റിട്ടാർഡഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും.
റിട്ടാർഡഡ് മോഷൻ. ഓക്കെ, അത്തരം കേസിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിലും നിങ്ങളൊന്ന് വെറുതെ കണ്ടു നോക്കൂ, ആക്സലറേഷൻ കണ്ടു നോക്കൂ, v മൈനസ് u ബൈ ടി എന്നല്ലേ. അപ്പോൾ ആക്സലറേഷൻ v0 കണ്ടോ, v0 ഫൈനൽ വെലോസിറ്റി 0 മൈനസ് u ബൈ ടി എന്തെങ്കിലും ആവട്ടെ, മൈനസ് u ബൈ ടി കണ്ടോ, നെഗറ്റീവ് അല്ലേ കിട്ടുക. ആക്സലറേഷൻ ഈ കേസിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോമുല എടുക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് v² = u² പ്ലസ് 2as ഫോമുല വെച്ച് ചെയ്യുന്നു. കാരണം ഈ പ്രോബ്ലത്തിൽ എവിടെയും ടൈമിനെ പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ്. അപ്പോൾ ടൈം ഇല്ലാത്ത ഇക്വേഷൻ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v0 ആണ് 0² = u² പ്ലസ് 2. നമുക്കറിയാം ആക്സലറേഷൻ ഇപ്പോൾ നെഗറ്റീവാണ്. എസ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സോ മൈനസ് 2as ഇപ്പോൾ എടുത്താൽ ഇത് 0, മൈനസ് 2as ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് 2as = u² ഇൻറ്റു ആണ്. അപ്പുറം പോകുമ്പോൾ s = u² ബൈ 2a വരും. u² ബൈ 2a. s = u² ബൈ 2a. ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. Stopping distance. This distance is called stopping distance. Okay, so stopping distance in the formula enna u² by 2a. അങ്ങനെയാണെങ്കിൽ ഇതേ കാറ് ഇപ്പോൾ u സ്പീഡിലല്ലേ വന്നേ, അതിന് പകരം ഈ കാറ് ഒരു nu സ്പീഡിൽ വന്ന്, nu എന്താണ് n? ഇപ്പോൾ ഈ പ്രോബ്ലം പോലെ ഇത് u, ഇത് u ആണെങ്കിൽ ഇത് nu ആയത് n ഇൻറ്റു u എത്രയാ 50. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ nu എത്ര വരും u50 അപ്പോൾ n എത്രയാ 2. അങ്ങനെ കൊടുത്താലല്ലേ ഇത് 100 ആവും. n2 എന്ന് വെച്ചാൽ nu ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എത്ര മടങ്ങാണിത്, ഇതിൻ്റെ എത്ര ടൈംസ് ആണിത്, എത്ര മടങ്ങാണിത്, അതാണ് n. ആ സംഭവമാണ് n. ഓക്കെ, ഇത് 50 ആണ്, ഇത് 100, അപ്പോൾ അതിൻ്റെ 2 മടങ്ങാണ് ഇത്, 2 മടങ്ങ് 2 ടൈംസ് ആണ്, 2 മടങ്ങാണ്. അപ്പോൾ n2 അതിൻ്റെ ഡബിളായത്. ഇത് 150 ആണെങ്കിൽ അതിൻ്റെ 3 മടങ്ങാണ്, അപ്പോൾ n3. ആ രൂപത്തിലാണ് n വരുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ nu സ്പീഡിൽ വന്നു, എന്നിട്ട് അപ്പോൾ അതിനേക്കാൾ കുറേ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞ് അത് സ്റ്റോപ്പായി, ബ്രേക്ക് ഇട്ട് സ്റ്റോപ്പായി. അങ്ങനെ ഞാൻ ഇതുപോലെ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, s' നിർത്തോ. s' എന്തായിരിക്കും, s' = സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഫോമുല എന്നാ u² ബൈ 2a. u² ബൈ 2a എന്നാണ്. u² ബൈ 2a എന്ന് വെച്ചാൽ u² ബൈ 2a എന്ന് പറയുമ്പോൾ ഇവിടെ ഇനീഷ്യൽ സ്പീഡ് u ആണ്, പക്ഷേ ഇവിടെ ഇനീഷ്യൽ സ്പീഡ് nu ആണ്, nu. സോ യുവിൻ്റെ സ്ഥാനത്ത് nu, യുവിൻ്റെ സ്ഥാനത്ത് nu, യുവിന് പകരം nu. അപ്പോൾ nu² ബൈ 2a. ആക്സലറേഷൻ യൂണിഫോം ഒക്കെ ആയി. യൂണിഫോം റിട്ടാർഡേഷൻ, യൂണിഫോം ആക്സലറേഷൻ മാത്രമല്ലേ ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ s' = n² to become n² u² by 2a. u² by 2a, u² by 2a is s. ഈ കേസിലുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് u² by 2a. സോ u² by 2a എന്ന് പറഞ്ഞാൽ s ആണ്, ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് ഇവിടെയുള്ളത്. സോ s' = വിൽ ഗെറ്റ് n² s, u² by 2a s, n² s. അപ്പോൾ ഈ കേസിലുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s', സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തായി, ഈ കേസിലുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് s. അതിൻ്റെ n² ടൈംസ് ആയി, അതിൻ്റെ n² ടൈംസ് ആയി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി n ടൈംസ് ആകുമ്പോൾ, u എന്നുള്ളത് nu ആകുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തായി, ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ u എന്നുള്ളത് nu ആകുമ്പോൾ, n ടൈംസ് nu ആകുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസിൻ്റെ, അതിൻ്റെ ആ കേസിലുള്ള എസിൻ്റെ n² ടൈംസ് ആയി. ദാറ്റ് ഈസ് വെൻ u ബിക്കം nu, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ബിക്കം n² s, അതിൻ്റെ ആ കേസിലുള്ളതിൻ്റെ n² ടൈംസ് ആവും. ഓക്കെ, ഇനി സിമ്പിൾ അല്ലേ ഈ പ്രോബ്ലം ചെയ്യൽ. എന്താണ് ഇവിടെ സംഭവിച്ചത്, ഈ കേസിൽ വെലോസിറ്റി 50 ആണ്,
u50 ആണ്. അതിൻ്റെ എത്ര മടങ്ങാണ് ഇതെന്ന് നോക്കുക. അതിൻ്റെ എത്ര മടങ്ങാണ്, എത്ര ടൈംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ 50 100 അപ്പോൾ 2 ടൈംസ് ആണ്. സോ n2 ആണ്. അങ്ങനെയാണ് n തീരുമാനിക്കുക. ഇതിൻ്റെ എത്ര മടങ്ങാണ് ഇതെന്ന് നോക്കിയായി. 2 മടങ്ങാണെങ്കിൽ n2. ഇപ്പോൾ ഈ കേസിലുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഡാഷ്. അപ്പോൾ എസ് ഡാഷിൻ്റെ ഫോമുല എന്താണ്? എസ് ഡാഷ് ഈക്വൽ n²s ആണ്. n എത്രയാണ്? 2 ടൈംസ് ആണ് n2. സോ 2² ഇൻറ്റു എസ് ഈ കേസിൽ എത്രയാണ്? 6 ആണ്. എസ് 6 ആണ്. അപ്പോൾ 2² ഇൻറ്റു 6 4 ഇൻറ്റു 6 24 വരും. 24 മീറ്റർ വരും. ഇതായിരിക്കും ഈ കേസിൽ സെക്കൻഡ് കേസിലുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ദ വെലോസിറ്റി ഓഫ് എ ബുള്ളറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം 200 meter per second to 100 meter per second while traveling through a wooden block of thickness 10 centimeter. Okay. The retardation assumed to be uniform will be. ഈ കേസിൽ റിട്ടാർഡേഷൻ മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ. സിമ്പിളാണ്. ഒരു വുഡൻ ബ്ലോക്ക് വിചാരിക്കുക. ഈ വുഡൻ ബ്ലോക്കിൻ്റെ തിക്നെസ് തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഈ വുഡൻ ബ്ലോക്കിലേക്ക് ഒരു ബുള്ളറ്റ് എൻ്റർ ചെയ്യുന്നു. ബുള്ളറ്റ് ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി 200 meter per second ആണ്. അപ്പോൾ ഈ ബുള്ളറ്റിന് റിട്ടാർഡേഷൻ സംഭവിക്കുന്നു. റിട്ടാർഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരും. ഈ വുഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ ആക്സലറേഷൻ മനസ്സിലാക്കുക. വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. വെലോസിറ്റി കുറയാണ്. എന്നിട്ട് ഇത് ലാസ്റ്റ് പുറത്തു വരുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി 100 meter per second ആയി. 100 meter per second ആയി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 200ഉം ഫൈനൽ വെലോസിറ്റി 100ഉമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ നോക്കൂ, ഇതുള്ളത് മീറ്റർ പെർ സെക്കൻഡിലാണ്, ഇതുള്ളത് മീറ്റർ പെർ സെക്കൻഡിലാണ്, ഇത് തന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മീറ്റർ അല്ലേ ഉള്ളത്. അപ്പോൾ എല്ലാം ഒരു കോമൺ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ മീറ്റർ ആക്കാം. സെൻറ്റിമീറ്റർ എങ്ങനെ മീറ്റർ ആക്കും? ബൈ 100 എടുത്താൽ സെൻറ്റിമീറ്റർ മീറ്റർ ആവും അല്ലേ? അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 10⁻² ഇട്ടായി സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ. അല്ലെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.1 വരും. 0.1 മീറ്റർ വരും. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിട്ടാർഡേഷനാണ്. ഒന്നുമില്ല. എന്തൊക്കെയാണെന്ന് ഇവിടെ നിങ്ങൾ നോക്കൂ. ടൈമിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഈ ഫോമുല നോക്കൂ. ടൈമിനെ പറ്റി ഒന്നും പറയുന്നില്ല. നമ്മുടെ കയ്യിലുള്ളത് VUS ആണ്. കണ്ടുപിടിക്കേണ്ടത് റിട്ടാർഡേഷനാണ്. ടൈമില്ല. V = U+AT. ടി ഉണ്ട്. ടി വേണ്ട നമുക്ക്. ടി ഇല്ലാത്ത ഫോമുല ഏതാ? V² = U² + 2AS. V 100. So 100² = 200² U 200 plus 2AS 0.1 ആണ്. S 0.1. അപ്പോൾ ഇതിങ്ങോട്ട് എടുത്താൽ 10,000 മൈനസ് 200² എത്ര വരും? 40,000 വരും അല്ലേ? 40,000. അത് ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ മൈനസായി. ഈക്വൽ ടു 2 × 0.1 0.2 A. ഇത് മൈനസ് 30,000 വരും. -30,000 ഈക്വൽ -30,000 ഡിവൈഡഡ് ബൈ 0.2 വരും. ഇൻറ്റു ഡിവൈഡ് ബൈ 0.2 ഈക്വൽ A വന്നു. അപ്പോൾ ഇതെന്ത് കിട്ടി? -30,000 എന്നുള്ളത് -33 ഇൻറ്റു അല്ല 30 ഇൻറ്റു 30 എഴുതി. പിന്നെ 3 0 ഉള്ളത് 3 0 ഉള്ളതുകൊണ്ട് 10⁻³ എന്ന് എഴുതാം. ഓക്കെ. -30 × 10⁻³ ബൈ 0.2 വരും. 0.2 ബൈ 0.2 കിട്ടും. ഇത് ഡിവൈഡ് ചെയ്താൽ 30 ബൈ 0.2 ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 150 കിട്ടും. -150 കിട്ടും. 150 × 10⁻³ വരും. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്സലറേഷനാണ്. നമുക്ക് കിട്ടുന്നത് ആക്സലറേഷനാണ്. ഉണ്ടോ? ആക്സലറേഷൻ നെഗറ്റീവ് ആയത് കണ്ടോ? ആക്സലറേഷൻ നെഗറ്റീവ് കിട്ടുക. വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. ആക്സലറേഷൻ നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഇത് ഈ 0 കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ അത് 10⁻⁴ ആവും.
അപ്പോൾ -15 ഇൻറ്റു 10⁻⁴ ആവും. ആക്സലറേഷൻ്റെ യൂണിറ്റ് m/s² ആണ്. ഇതാണ് ആക്സലറേഷൻ. അങ്ങനെയാണ് റിട്ടാർഡേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ -15 ആണെങ്കിൽ റിട്ടാർഡേഷൻ +15, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ആക്സലറേഷൻ ഇതാണെങ്കിൽ റിട്ടാർഡേഷൻ എന്ത് കിട്ടും? റിട്ടാർഡേഷൻ ഈക്വൽ ടു എന്ത് കിട്ടും? +15 ഇൻറ്റു 10⁻⁴ വരും. m/s² കിട്ടും. ഓക്കെ, ക്ലിയർ? A body travels for 15 seconds starting from rest with constant acceleration. So uniform acceleration. Kando, if it travels a distance s1, s2 and f3 in the first 5 seconds, second 5 seconds and next 5 seconds respectively, റിലേഷൻ ബിറ്റ്വീൻ S1, S2 ആൻഡ് S3. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കൂ, നന്നായിട്ടൊന്ന് വായിക്കുക. ഇവിടെ ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ വേറെ ബോർഡ് എടുക്കുന്നുണ്ട്, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മുടെ കേസ് ഇതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്ന കോൺസ്റ്റൻ്റ് ആക്സലറേറ്റഡ് മോഷനാണ്, അതായത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണല്ലോ. അതിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ, വെലോസിറ്റി യൂണിഫോമായി ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വെലോസിറ്റി ഇപ്പോൾ ഇവിടെ 2 m/s എന്ന് നമ്മൾ എടുത്തു. 2 m/s വെലോസിറ്റിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 1 സെക്കൻഡ് കഴിഞ്ഞു. നമ്മുടെ മോഷൻ എങ്ങനെയുള്ള മോഷനാണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ, കോൺസ്റ്റൻ്റ് ആക്സലറേറ്റഡ് മോഷൻ. 1 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എന്താവണം? വെലോസിറ്റി ഒരേ ഓർഡറിൽ ഇങ്ങനെ കൂടി വരണ്ടേ? അപ്പോൾ വെലോസിറ്റി 4 m/s ആയി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത 1 സെക്കൻഡിൽ എന്ത് സംഭവിക്കും? ഇവിടെ വെലോസിറ്റി കുറവാണ്, സ്പീഡ് കുറവാണ്. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസേ സഞ്ചരിക്കൂ. 1 സെക്കൻഡ് കൊണ്ട് അത് കുറച്ച് ഡിസ്റ്റൻസേ സഞ്ചരിക്കൂ. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 4 ആയി, വെലോസിറ്റി കുറച്ചുകൂടി കൂടി, സ്പീഡ് കൂടി. അപ്പോൾ അടുത്ത 1 സെക്കൻഡ് നിങ്ങൾ മനസ്സിലാക്കൂ, സ്പീഡ് കൂടിയില്ലേ? അപ്പോൾ അടുത്ത 1 സെക്കൻഡ് കൊണ്ട് അത് കൂടുതൽ ദൂരം സഞ്ചരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനേക്കാളും, ഈ സഞ്ചരിച്ച ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് ഇവിടെ സഞ്ചരിക്കും, കാരണം വെലോസിറ്റി ഇൻക്രീസ് ആയി കഴിഞ്ഞു. വെലോസിറ്റി ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടി വരും. ഇനി അടുത്ത വെലോസിറ്റി ഇപ്പോൾ 6 m/s ആയി, വെലോസിറ്റി 6 m/s ആയി. ഓക്കെ, 6 m/s ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെലോസിറ്റി ഇതിനേക്കാൾ കൂടി. അപ്പോൾ അടുത്ത 1 സെക്കൻഡിൽ എന്ത് സംഭവിക്കും? അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിനേക്കാൾ കൂടും. അങ്ങനെ യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിൽ എന്ത് സംഭവിക്കും? ഓരോ സെക്കൻഡിലും വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ആകുന്നത് കൊണ്ട് ഓരോ സെക്കൻഡിലും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ വിചാരിക്കുക. ഓക്കെ, ഫോർ ആ ക്വസ്റ്റ്യനിൽ ഒരു കാര്യമുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് അറ്റ് റെസ്റ്റാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, റെസ്റ്റ് ആയതുകൊണ്ട് 0. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എന്നിട്ട് അത് ഫസ്റ്റ് 5 സെക്കൻഡ് കോൺസ്റ്റൻ്റ് ആക്സലറേഷനിലാണ് സഞ്ചരിക്കുന്നത്. ഫസ്റ്റ് 5 സെക്കൻഡിൽ അത് S1 ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. S1 ആണ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഫസ്റ്റ് 5 സെക്കൻഡിൽ S1 ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത 5 സെക്കൻഡിൽ എന്ത് സംഭവിക്കും മക്കളെ? അടുത്ത 5 സെക്കൻഡിൽ ഇവിടെ S1 ട്രാവൽ ചെയ്ത്, ഇത് യൂണിഫോം ആക്സലറേഷനാണ്. വെലോസിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. വെലോസിറ്റി കൂടുന്നത് കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഇങ്ങനെ കൂടി വരും. അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡിൽ ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 5 സെക്കൻഡിൽ ഈ ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യും. അങ്ങനെ ആ ഡിസ്റ്റൻസ് S2 ആണെന്നാണ് പറയുന്നത്. അടുത്ത 5 സെക്കൻഡിൽ S2. ഇനി ഇതിനേക്കാൾ കൂടും അടുത്തത്.
ഇതാണ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ്റെ പ്രത്യേകത. ആക്സലറേറ്റഡ് മോഷൻ ആകുമ്പം ഓരോ സെക്കൻഡിലും ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലും ഇത് ഈ ക്വസ്റ്റ്യനിലേ ഇതേ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ലാസ്റ്റ് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസറേ ഇത് 5 സെക്കൻഡ് ആയാലും മാത്രമല്ല, ഇതിപ്പോൾ 1 സെക്കൻഡ് അപ്പോൾ എല്ലാ ടൈമും പക്ഷേ ഈക്വൽ ആയിരിക്കണം. ഏത് ടൈം എടുത്താലും 10 സെക്കൻഡ് എടുത്താലും എല്ലാം നമ്മളിപ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്ന ഒരു ആൻസറാണ് കിട്ടുക. അപ്പോൾ ഈക്വൽ ടൈമിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരും. വെലോസിറ്റി കൂടുന്നതുകൊണ്ട് ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരും യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ. അപ്പോൾ അടുത്ത 5 സെക്കൻഡ് എന്ത് സംഭവിക്കും? ഇതിനേക്കാൾ കൂടുതൽ സഞ്ചരിക്കും S3 അടുത്ത നെക്സ്റ്റ് 5 സെക്കൻഡിൽ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷനാണ് മക്കളെ ചോദിച്ചത്. S1ഉം S2ഉം S3യും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡ് നമുക്ക് നോക്കാം. ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നു. S = ut + ½ AT². ഓക്കെ, U0 ആണ് അല്ലേ? U0 ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? ആദ്യത്തെ S1 ആണ് കാണാൻ പോകുന്നത്. S1 മാത്രമാണ് കാണുന്നത്. ഈ S1 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. S1 കാണുന്ന സമയത്ത് U0 ആണ്. U0 ആയതുകൊണ്ട് S1 കാണുമ്പോൾ ടൈം എത്രയാണ്? S1ൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 5 ഉള്ളൂ. 5. അപ്പോൾ ഇവിടെ U0 ആണ്. അപ്പോൾ U0 ആണ് 0 × T 0. U0 ആണെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല. 0 ആയതുകൊണ്ട് ടേം പോകും. ബാക്കി ഇത് മാത്രമേ നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ½ A × T². S1 അല്ലേ കാണുന്നത്? S1 കാണുമ്പോൾ T5 ആണ്. 5². ½ A × 5². സോ S1 = ½ A × 25 വരും. ആക്സലറേഷൻ നമുക്ക് തന്നിട്ടൊന്നുമില്ല. ഇത് യൂണിഫോം കോൺസ്റ്റൻ്റ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ S1 ഇങ്ങനെ കിട്ടി. S1 നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് S2 ആണ്. S2 കാണാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. ഇവിടെയുള്ള സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ വെലോസിറ്റി 0 അല്ലേ? പിന്നെ യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ട് 0 തുടങ്ങിയിട്ട് അത് റെസ്റ്റ് തുടങ്ങിയിട്ട് പിന്നെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ പോയിന്റിലൊരു വെലോസിറ്റി ഉണ്ടാവും. ഈ പോയിന്റിലൊരു വെലോസിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. വെലോസിറ്റി കൂടുന്നതുകൊണ്ടാണ് സഞ്ചരിക്കുന്ന ദൂരം ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ ഈ S2 കാണാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇവിടെയല്ലേ U0, അതല്ലേ നമുക്ക് തന്ന ഡാറ്റ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, S1 + S2 അങ്ങ് കണ്ടുപിടിക്കൂ. ഈ മൊത്തം ഡിസ്റ്റൻസ് S1 + S2 ഇത് മൊത്തം കണ്ടുപിടിക്കുന്ന സമയത്ത് ടൈം എത്രയാ? ടൈം 5ഉം 10 വരും. ടൈം വരെ 10 ആണ്. ഡിസ്റ്റൻസ് S1 + S2 വരും. ഈ മൊത്തം കണ്ടുപിടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ മുതൽ ഇവിടെ വരെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് U എന്തെടുക്കാം? 0 എടുക്കാം. ഇവിടെ എത്രയാണ് വെലോസിറ്റി, ഇവിടെ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നതെന്ന് അറിഞ്ഞുള്ളൂ ആക്സലറേഷൻ. ഇവിടെ വെലോസിറ്റി നമുക്കറിയില്ല. അതുകൊണ്ട് പക്ഷേ ഇവിടെ മുതൽ ഇവിടെ വരെ ചിന്തിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇതാണ്, എൻഡിങ് ഇതാണ്. അതുകൊണ്ട് U നമുക്ക് 0 എടുക്കാം. ഡിസ്റ്റൻസ് S1 + S2 വന്നു. ടൈം എന്ത് വന്നു? 5ഉം 10 വന്നു. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസ് S1 + S2 വന്നു. S1 + S2 വന്നു ഈക്വൽ ടു UT. U0 ആണ്. U0 ആയതുകൊണ്ട് അത് പോയി. ഓക്കെ, ½ AT² എഴുതണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ½ A × T². T² എന്ന് പറയുമ്പോൾ 5ഉം 10 ആണ്. അപ്പോൾ 10² വന്നു. 100 വന്നു. സോ S1 + S2 = ½ A × 100 ആണ് അല്ലേ? 100 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ. ½ A × 100ന് ഇവിടെ 25 ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് 100 ഇങ്ങനെ എഴുതാം. 100 നമുക്ക് 25 × 4 എന്ന് എഴുതാം. 25 × 4 100 അല്ലേ? ഇതിൽ ½ A × 25 ആരാ? ½ A × 25 ഇതാ S1 ആണ്. സോ S1 + S2 = ഇത് S1 ആണ്. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4 × S1 ആണ്. 4S1 ആണ്. അപ്പോൾ S2 എന്ത് വരും? ഇതങ്ങോട്ട് പോയാൽ 4S1. S1 അങ്ങോട്ട് -S1. സോ S2 = 3S1. S2 = 3S1. S2 = 3S1. 3S1 എന്ന് വെച്ചാൽ ഈ S1 എന്നുള്ള ഡിസ്റ്റൻസിൻ്റെ ഈ ഡിസ്റ്റൻസിൻ്റെ
3 ടൈംസ് ആയിരിക്കും. S2 ഈക്വൽ കിട്ടിയത് 3s1 ആണ്. S2 ഈക്വൽ 3s1 ആണ് കിട്ടിയത്. ഈ ഡിസ്റ്റൻസിൻ്റെ 3 ടൈംസ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ് S2. ഈ S2 മാത്രമാണ് ഇവിടെ മുതൽ ഇവിടെ 3s1 ആയിരിക്കും. ഇതാണ് യൂണിഫോം ആക്സലറേഷൻ്റെ പ്രത്യേകത. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്വസ്റ്റിൽ ടൈമുകൾ സെയിം ആയിരിക്കണേ. ടൈമുകളെല്ലാം 5 5 5 അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ലേ. ഇത് 2 2 2, പക്ഷേ ടൈമെല്ലാം സെയിം ആയിരിക്കണം. ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡ് 2 സെക്കൻഡ് 2 സെക്കൻഡ് അല്ലെ 10 സെക്കൻഡ് 10 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങനെ വരണം. അങ്ങനെ ടൈം ഇൻ്റർവെല്ലാം സെയിം ആയാൽ ആദ്യം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ S1ൻ്റെ 3 ടൈംസ് ആയിരിക്കും അടുത്ത ഡിസ്റ്റൻസ്. 3s1 ആയിരിക്കും. അതാണ് നമുക്ക് കിട്ടിയത്. ഇഫ് എ ബോഡി മൂവ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ, അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S3 ആണ്. S3 കാണാൻ ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. പക്ഷേ ഇവിടെയുള്ള വെലോസിറ്റി നമുക്ക് അറിയുന്നത് റെസ്റ്റിലായതുകൊണ്ട് 0 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ അങ്ങ് ചിന്തിക്കാം മക്കളെ. ടോട്ടൽ അങ്ങ് ചിന്തിക്കുമ്പോൾ ഡിസ്റ്റൻസ് എത്രയായി? S1 + S2 + S3 ടോട്ടൽ. അങ്ങനെ കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് S3 മാത്രം കണ്ടുപിടിക്കാം. ടൈമോ 5 5 5 15 വരും. സോ ഡിസ്റ്റൻസ് എത്രയാണ്? S1 + S2 + S3 ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ഇവിടെ മുതലായതുകൊണ്ട് സ്റ്റാർട്ടിങ് U0 അല്ല, ഇക്വേഷൻ ഇങ്ങനെ ut + ½ AT². അപ്പോൾ ഇത് ടോട്ടൽ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ഇതാണ് U0. അപ്പോൾ ഈ ടേം 0, U0 ആയതുകൊണ്ട് ഇത് പോയി. ½ AT², ½ × A × T². T² എന്ന് പറഞ്ഞാൽ മൊത്തം ടൈം. ടോട്ടൽ ടൈം എത്ര വരും? 5 5 5 15 വരും. 15² വരും. സോ ½ A × 225 വരും. സോ ഇറ്റ് ബിക്കം ½ A × ഇത് നമുക്കിങ്ങനെ എഴുതാം, 9 × 25 കൂടെ 25 × 9 എന്ന് എഴുതാം. 9 × 25 225. ½ A × 25 എത്രയാ? ½ A × 25, ½ A × 25 എന്ന് വെച്ചാൽ ½ A × 25 എന്ന് വെച്ചാൽ S1 ആണ്. അപ്പോൾ ഇത് S1 ആണ്. ഇത് S1 ആയതുകൊണ്ട് 9s1 ആണ്. ഇത് 9s1 ആണ്. 9s1. ഇതാണ് S1 + S2 + S3 9s1. അങ്ങനെയാണെങ്കിൽ S3 എന്ത് വരും? S3 = S3 മാത്രം, ഇത് രണ്ടും റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. 9s1 ഇവിടെയുണ്ട്. 9s1 S1 അങ്ങോട്ട് പോയി -s1, S2 അങ്ങോട്ട് പോയി -s2 ഇങ്ങനെയായി. സോ ഇറ്റ് ബിക്കം 9s1 -s1 -s2. S2 എത്രയാ? 3s1. 3s1. 9s1 - 8. സോ ഇറ്റ് ബിക്കം 5s1 എന്ന് കിട്ടും. S2 വരെ 3s1 നേരത്തെ കിട്ടിയ റിസൾട്ട് കൊടുത്തു. സോ ഇറ്റ് ബിക്കം 5s1. സോ കിട്ടിയത് S3 = 5s1. S3 = 5s1. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 5s1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ ആദ്യം ഇത് ടൈമുകളൊക്കെ ഈക്വലാക്കി വെച്ചാൽ ആദ്യം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ഈ ഡിസ്റ്റൻസിൻ്റെ 3 ടൈംസ് ആയിരിക്കും ഇവിടെയുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഇതിൻ്റെ 5 ടൈംസ് ആണ് അത് എന്നല്ല, ആദ്യത്തതിൻ്റെ 3 ടൈംസ് ഇത്, അതുപോലെ ആദ്യത്തതിൻ്റെ 5 ടൈംസ് ഇത്. ഓക്കെ, അങ്ങനെ അടുത്ത എത്രയായിരിക്കും? അടുത്ത S4 എടുക്കുകയാണെങ്കിൽ 7 വരിക, 7s1 വരും. അപ്പോൾ ഇവർ നമ്മൾ റേഷ്യോ എങ്ങനെ വരും? ഇത് 1:3:5:7 അങ്ങനെ പോകും. അതായത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള റേഷ്യോ, ആ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വെലോസിറ്റി കൂടുന്നതുകൊണ്ട് ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അതിനനുസരിച്ച് ഡിസ്റ്റൻസ് S1 3s1 5s1 7s1 അങ്ങനെ പോകും. അപ്പോൾ റേഷ്യോ 1:3:5:7 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് ഒന്നാമത്തെ ഡിസ്റ്റൻസ് S1, രണ്ടാമത്തെ 3s1 അല്ലേ. ഇതിൽ നിന്ന് S1 എന്ത് വരും? S1 = S2/3 വരും. S2/3 വരും. S1 = S2/3. ഇത് S3 അല്ലേ, 5s1 S3. അപ്പോൾ S1 എന്ത് വരും? S1 = S3/5 വരും. S3/5 ആണ് S1.
അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൺക്ലൂഷനിലെത്താം. S2/3 എന്ന് വെച്ചാൽ S1 ആണ് ഈക്വൽ ടു S3/5 ഇത് രണ്ടും ഇതും S1 ആണ്, ഇതും S1 ആണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്തിന് ഈക്വലാണ്? S1-ന് ഈക്വലാണ്. ഇങ്ങനെ പറയാം, ഇതും S1 ആണ്, അതും S1 ആണ്. അപ്പോൾ എല്ലാം ഇത് ഈക്വൽ ടു S2/3 ആയാലും S3/5 ആയാലും രണ്ടും എന്താണ്? S1 ആണ്, ഇത് S1 ആണ്. അപ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ ഈക്വൽ ടൈം ഇൻ്റർവെൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെൽ ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ആദ്യത്തെ ഡിസ്റ്റൻസിൻ്റെ 3 ടൈംസ് ആയിരിക്കും രണ്ടാമത്തത്. ഇനി ആദ്യത്തതിൻ്റെ 5 ടൈംസ് ആയിരിക്കും മൂന്നാമത്തത്. ആ രൂപത്തിലാണ് വരിക. അപ്പോൾ റേഷ്യോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ 1:3:5 അങ്ങനെ പോകും. ഓക്കെ, ആ പോയിന്റ് ഓർമ്മിക്കുക. ഇറ്റ് ഈസ് ഓൺലി ഇൻ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഓക്കെ, അപ്പോൾ ടൈമായി. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയാനുണ്ട്. ഓക്കെ, വി ക്യാൻ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, പഠിച്ചിട്ട് വരും.